ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പരിപാടിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കാട്ടാക്കട പഞ്ചായത്തിലെ ചന്ദ്രമംഗലം വാർഡിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ചന്ദ്രമംഗലത്ത് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ഭരണം എങ്ങനെയുണ്ട് അത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം, അല്ലേ? വരും. വീട്ടിന് കൊടുത്തിരുന്നു. ഇപ്പം അവർ ഇതുവരെയും വിളിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. വീടില്ല. പറയൊന്നും പറയണില്ല. മോൻ്റെ വീട് ലിസ്റ്റിലൊന്നും ഇല്ല. നേരത്തെ പഴയ കാലത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? നേരത്തെ ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അപേക്ഷകൾ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഉണ്ട്. കാട്ടാക്കട പഞ്ചായത്തിന് കീഴിലുള്ള ഒരു അംഗൻവാടിയാണ്. ഇത് ചന്ദ്രമംഗലം വാർഡാണ്. അപ്പം ഒരു വാർഡിൽ 2 അംഗൻവാടി എന്ന രീതിയിലാണ് സ്ഥിതി ചെയ്തു പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം, തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാ സഹായ സഹകരണങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും വെള്ളനാട് ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ICDS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തരുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഫ്ലാറ്റാണല്ലേ? ഇവിടെ ഇപ്പം ഒരു ഏകദേശം എൻ്റെ ഉമ്മ കിട്ടിയതാണ്. താമസിക്കാൻ വന്നിട്ട് ഏകദേശം ഒരു 5-6 മാസമായതേ ഉള്ളൂ. 6 അല്ല, ഏകദേശം 1 വർഷത്തോളം ആവാറായി ഉമ്മ താമസിക്കാൻ വന്നിട്ട്. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 4-5 മാസമായതേ ഉള്ളൂ. ഇവിടെ സൗകര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല, കുഴപ്പമില്ല. സൗകര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നെല്ലാം നോക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട്. ലൈൻ പൈപ്പിൽ ചിലപ്പോൾ 1-2 ദിവസം വെള്ളം കാണത്തില്ല. അപ്പോൾ ഉടനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു പറ്റുമെങ്കിൽ അപ്പം തന്നെ ഇട്ട് തരും. അന്ന് രാത്രിയിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ ഇട്ട് തരും. ഇവിടെ 5 കുടുംബക്കാരുണ്ട്. ഇനി 3 കുടുംബക്കാരും കൂടെ വരാറുണ്ട്. എൻ്റെ പേര് സലീന. പേര് ശ്യാമളകുമാരി. എത്ര വർഷം താമസിക്കുകയാണ് ഇവിടെ വന്നിട്ട് 2022 ഡിസംബർ മാസം 15-ാം തീയതി നമുക്ക് പതിച്ച് കിട്ടിയത്. ഞാൻ 8 വാർഡായിരുന്നു. അവിടുന്ന് ഇവിടെ വന്നതാണ്. മണികണ്ഠൻ നായരാണ് 8 വാർഡിലെ. അത് എനിക്ക് അങ്ങനെ കിട്ടി. ഇപ്പോഴേ എനിക്ക് വേറെ സൗകര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് എനിക്ക് നടക്കാൻ പറ്റില്ല. ഓട്ടോ പിടിച്ചാലേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് ഈ പെൻഷൻ്റെ ഇതേ ഉള്ളൂ, വേറെ ആരും തിരിഞ്ഞു നോക്കാനില്ല. നമ്മൾ ചന്ദ്രമംഗലം വാർഡിൻ്റെ 63-ാം നമ്പർ അംഗൻവാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാളായി അന്ന് മുതൽ വാടക കെട്ടിടത്തിലാണ് താമസം. അപ്പോൾ ഇങ്ങനെ മാറി കുട്ടികളെയും കൊണ്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നിലവിൽ ഒരു അംഗൻവാടി കെട്ടിടം പൂർത്തിയായി വന്നിട്ടുണ്ട്. ഏതാണ്ട് 90% കെട്ടിടം പണി പൂർത്തിയായതാണ്. പക്ഷേ അവിടെ ഒരു ചെറിയ വസ്തു ഉടമയും പഞ്ചായത്തുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷം മാർച്ചോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന ഇതിലായിട്ടുണ്ട്. ഉടനെ നടക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജൂണോടുകൂടി കെട്ടിടം അങ്ങോട്ട് മാറാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ശാന്ത. വാർഡ് മണികണ്ഠൻ നായരാണ് തന്നത്. എനിക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്ലാറ്റില് സംസാരങ്ങളൊക്കെ ഉണ്ടാവും. തമ്മിലുള്ള സംസാരങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? അവർക്ക് തന്നെ ബുദ്ധിമുട്ട്, പോയിട്ട് അടുത്ത വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ? പാവപ്പെട്ടവരുണ്ട്, മോശക്കാരുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വാർഡിന്റെ വികസനങ്ങൾ എങ്ങനെയാണ്? വാർഡിലെ ഇടപെടലൊക്കെ വലിയ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അവന്റെ പേരെന്താണ്? എൻ്റെ പേര് മണിയൻ. അമ്മച്ചി ഫ്ലാറ്റിൽ താമസിക്കാണല്ലേ? ഓക്കെ. അവിടുത്തെ സൗകര്യം എങ്ങനെയാണ്? സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? കട ആര് തന്നെ? അമ്മച്ചി കട തന്നെയാണോ? ഇത് ഞാൻ സ്വന്തം കട തന്നെയാണ്. പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞപ്പം പറഞ്ഞാൽ അത് പറ്റൂല, അതിനും പറ്റൂല, നിങ്ങളെ കൊണ്ട് അടയ്ക്കാനൊന്നും വിളിക്കൂല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് കഴുത്തിലൊരു മാല ഇടഞ്ഞതിനെ കൊണ്ടൊന്ന് പണയം വെച്ച് സ്വന്തമായി ചെയ്ത് വിറ്റില്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാമല്ലോ, വാടക കൊടുക്കണ്ടല്ലോ. ഈ ചന്ദ്രമംഗലം വാർഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? നമുക്കിപ്പോൾ എൻ്റെ ഇടപെടൽ കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം നടത്തി പോകണം. വികസനമൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകണം. ഇല്ല, വെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നു. വെള്ളമൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴിട്ടതാണ് വീണ്ടും ഈ പൈപ്പിൻ്റെ ഇത് ഫ്രീ ആയിട്ട് ഇട്ടതിൻ്റെ. അതാണ് ഇപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞത്. 1 വർഷമായി ഇതിൻ്റെ പണി കഴിഞ്ഞ്. പൈപ്പിലെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകണം. പിന്നെ ഇനി വെയിലാവുമ്പോഴത്തേക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. സരോജിനി ഏത് വാർഡിലാണ് മച്ചി?
ചന്ദ്രമംഗല വാർഡില്. ഓക്കെ, ചന്ദ്രമംഗലം വാർഡ് എങ്ങനെയാണ്? വാർഡിന്റെ മെമ്പറൊക്കെ എങ്ങനെയാണ്? വാർഡിലെ മെമ്പറൊക്കെ നല്ല ഡീസന്റ് ആണ്. നമ്മളിവിടെ നല്ല സഹകരണമുള്ള നല്ല മെമ്പറാണ്. വാർഡിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യണത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറവുണ്ടോ എന്തെങ്കിലും? ഒരു കുറവുമില്ല. പണിയൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് 100 പണിയൊക്കെ തികയാണ് കുറച്ച് പേർക്ക്. ഈ ചന്ദ്രമംഗലം വാർഡ് തന്നെയാണ്. ചന്ദ്രമംഗലം വാർഡ് എങ്ങനെയാണ് വാർഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾക്കുള്ള വാർഡ് മെമ്പറിന്റെ ഇടപെടലൊക്കെ കൊള്ളാം. നല്ല തന്നെ പോകുന്നുണ്ട്. നല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇനി ഇല്ല, ഒരു നിർദ്ദേശങ്ങൾ ഇല്ല ഇല്ല. വാർഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രവർത്തനം ഇതുവരെ യാതൊരു കുഴപ്പമില്ല. മുന്നോട്ടുള്ള കാര്യം നമുക്കറിയില്ല. പേരെന്താണ്? പേര് സുശീല. സുശീല. ഏത് ചന്ദ്രമംഗലം വാർഡ് തന്നെയാണോ? എങ്ങനെയാണ് ഈ വാർഡിന്റെ മെമ്പറിന്റെയും അതുപോലെ ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണ്? മുമ്പർ നല്ല മെമ്പറാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇനി ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ ഇവിടെ? ഇല്ല ഇല്ല. തൊഴിലുറപ്പിന്റെ പണിയൊക്കെ എങ്ങനെയാണ്? തൊഴിലുറപ്പിന്റെ പണിയൊക്കെ പോണ്. എത്ര ദിവസം കഴിയാറായോ? 100 ദിവസമായോ? ഇന്ന് 100ആയി. മെമ്പറോട് വരാറുണ്ടോ? അവരൊക്കെ ഉണ്ട്. വളർന്നും വരും. എല്ലാ ദിവസം വരാറുണ്ടല്ലേ? ഇവിടുത്തെ താമസിക്കുന്ന എവിടെ അമ്മച്ചി? ഞാൻ താമസിക്കുന്നത് ഇവിടെ പ്ലാവർത്തല. പിന്നെ നമുക്ക് ശകലം റോഡ് നന്നാക്കാൻ കിടക്കണം. അവിടെ കൂടി പോകാനൊന്നും പറ്റൂല. വണ്ടിയിൽ പോണവരൊക്കെ അവിടെ വിഴുന്നഴിച്ചാണ് പോണത്. എവിടെയാണത്? വേണ്ട ആ വളവ് ഇറങ്ങി വരണ വളവ് അവിടെ അത്തരി ശരിയാക്കി കൊടുക്കണം. അവിടെ മുമ്പറ കണ്ടു. മുമ്പറക്ക് പോണ വഴി തന്നെ. ഏതാണ്ടുള്ളവർക്കൊക്കെ വീട് പണിയൊക്കെ വീട് കിട്ടി കഴിഞ്ഞു. ഇനി ഇവളുടെ വീട് മാത്രമേ ഉള്ളൂ. ഒരു വീടാണ് കിട്ടാനുള്ളത്. അപ്പൊ എന്തെങ്കിലും ആയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ലിസ്റ്റ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ വാർഡ് മെമ്പറിന്റെ വീടില്ലാന്നൊരു സംഭവം ശരിയാണ്? അത് ശരിയാണ്. കാരണം എനിക്കറിയാന്നുള്ള കാര്യമാണ്. അടുക്കളയൊക്കെ മഴ പെയ്താൽ അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അത് കഷ്ടമാണ്. ഇവരുടെ വീട് അതേ അവസ്ഥയാണ് ഇപ്പൊ അവിടെ. അതുപോലെ വാർഡ് മെമ്പറിന്റെ അവസ്ഥ. അതെ അതെ. അവർക്കൊരു വീടില്ലെന്നുള്ളതിന്. എനിക്കും വീടില്ല. ഞാൻ മോൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കും വീട്ടില്ലാതെ നടക്കുക തന്നെ. ഞാൻ ഒരു 50 പ്രാവശ്യമെങ്കിലും മുമ്പറ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുന്നു. എന്നിട്ട് മുമ്പറ എനിക്ക് വീട് തരണില്ല. 2 ആമക്കളെന്നും പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ പേരുണ്ട്. പക്ഷേ പഞ്ചായത്ത് ലിസ്റ്റിൽ പേരുണ്ട്, അല്ലാതെ പേരില്ല. അവർ തരണില്ല. നേരത്തെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷം കൊണ്ടേ കൊടുക്കുക തന്നെ. അപ്പോഴത്തെ മുമ്പർ വീട് ഒരു വശം ഇടിഞ്ഞു കിടന്ന് അവിടെ വന്ന് നോക്കി. ഇത് പഞ്ചായത്തിൽ നിന്ന് ആള് വന്ന് നോക്കി ഫോട്ടോ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഇതുവരെയ്ക്കും തന്നില്ല. ഒരു പൈസയും തന്നുമില്ല. വീടിനെ അനുവദിച്ചുമില്ല ഇതുവർക്ക്. അതിപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു ഇതിൽ വീടിൻ്റെ ഉള്ളതായിട്ടുണ്ട്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ താമസിക്കുന്നത് അവിടെ തന്നെയാണോ? അല്ല, ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീട് വന്ന് കണ്ടാ ദൈവം സഹിക്കൂല. അങ്ങനെയാണ് ഇപ്പൊ വാടകയ്ക്ക്. സീജയ്ക്ക് വാടകയ്ക്കാണ് ഇപ്പം താമസം. കൊച്ചുങ്ങളെ കൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് അവരൊക്കെ ഒരു വീട് കൊടുക്കണം. നമ്മൾ ആ ഏരിയയിൽ ആ വീടാണ് ഇത്ര ഇതായിട്ട് കിടക്കുന്നത്. വാർഡ് മെമ്പറിന് കുറച്ച് ദിവസമല്ലേ ഉള്ള ഇറങ്ങാൻ. ശരി തന്നെ. അർഹത ഉള്ളത് തന്നെ. ചന്ദ്രമംഗലം വാർഡിന്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. ഇവിടുത്തെ ഒരു വികസനവും ഇവിടുത്തെ മെമ്പറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. റോഡുകളുടെ വികസനം, റോഡുകൾ പൊതുവിൽ ഇപ്പം റോഡുകൾ പലയിടത്തും ശോചനീയമായ അവസ്ഥയാണ്. അത് വെച്ച് നോക്കുമ്പോഴും നമ്മളെ വാർഡിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. മറ്റുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളിലെ പല റോഡുകളിലും പോയി നോക്കിയാലുള്ളതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അപാകതകൾ എല്ലാ ഭാഗത്തും ഉണ്ട്. അത് കൂടുതൽ നാട്ടുകാരുടെ തന്നെ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ആ റോഡുകൾ അങ്ങനെ പോകുന്നത്. പലരും വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇറക്കുന്നതും മെറ്റൽ കൊണ്ടുവരുന്നതും കല്ല് കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് അപാകതകളുള്ളതെന്ന് പറയുമ്പോൾ ഈ സൈഡിലെ ഓടകൾ ഇപ്പോൾ റോഡ് വികസനം വന്നപ്പോൾ പണികൾ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് നിന്ന് ഇവർ ആരും ഇത് ചെയ്യിച്ചിട്ടില്ല. അവർക്ക് തോന്നിയ രീതിയിലുള്ള സ്ലാബ് കൊണ്ടിട്ട് അവർ തോന്നിയ ഭാഗത്ത് സ്ലാബ് ഇട്ട് അങ്ങനെ ചെയ്ത് പോയതാണ്. നിർമ്മാണത്തിൽ മൊത്തത്തിൽ അപാകതകളാണ്. നിർമ്മാണം മൊത്തം അപാകതമാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആൾവാസമുള്ള മേഖലകളിലാണ് റോഡുകളുടെ പുറത്ത് ഈ ഓടകളുടെ പുറത്ത് സ്ലാബ് സ്ഥാപിക്കേണ്ടത്. കാരണം ഈ വണ്ടികൾ കൊണ്ട് നിർത്തും വേസ്റ്റ് കംപ്ലീറ്റ് ഓടയ്ക്കകത്തിട്ട് നിക്ഷേപിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ ആളില്ലാത്ത സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആരെങ്കിലുമൊക്കെ നോക്കും. നമ്മളിപ്പം കിടന്നുറങ്ങി കഴിയുമ്പോൾ നമ്മളിതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഈ 2 സൈഡിൽ ഓട നിന്ന് നോക്കി അറിയാം. കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വേസ്റ്റ് പിന്നെ ഞങ്ങൾ തന്നെ
കിണ്ടിയിട്ട് കത്തിച്ച് ക്ലിയർ ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് പോകുന്നിരിക്കുന്നത്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. കൊച്ചു പിള്ളേർ ഇവിടെ നിന്ന് വണ്ടി കയറി പോകുന്നതാണ്. അപ്പോൾ അവർക്ക് യാതൊരുവിധ സംരക്ഷണവും ഇല്ല. അവർക്ക് തോന്നിയ ഭാഗം കെട്ടിട്ട് അങ്ങ് പോയി. ഇത് ക്ലീൻ പോലും ചെയ്തില്ല ഓട. ഈ ആറ്റിൻ്റെ അവിടെ ഇടിഞ്ഞൊക്കെ കിടക്കുകയാണ്. അതിനെ മെമ്പർ വന്ന് പലതവണ വന്ന് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മെമ്പറും കോവിയും ഒക്കെ ചെയ്യണം. അത് എവിടെ എത്തും. പെണ്ണാണെങ്കിൽ പോലും അതിൻ്റേതായ രീതി രാത്രി ആയാലും പകലായാലും എത്ര അത്യാവശ്യമായിരുന്നാലും അങ്ങനെ ഉണ്ട് ഏത് കാര്യത്തിന്. അതല്ലേ വലുത്. എൻ്റെ പേര് ലീല. ആറ്റിൽ നിന്ന് അടിച്ച് ആമച്ചൽ കുളത്തിൽ വിട്ട് ജലസേചനം നടത്താനുള്ള സ്കീമാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും അടിക്കണുണ്ട്, വല്ലപ്പോഴും ഒരിക്കലൊക്കെ വരും. ഇപ്പം മോട്ടർ എന്നും മിസ്റ്റേക്കാണ്. പിന്നെ എല്ലായിൽ വെള്ളം ശരിക്കും കിട്ടില്ല എല്ലായിടത്തും. അത് തോട് വഴിയാണ് വരണം. പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പൈപ്പ് വഴി വിടാമെന്നാണ്, ടാപ്പ് വെച്ച്. ആദ്യത്തെ എഞ്ചിനീയർ വന്ന് ആ പരിപാടി അങ്ങ് തള്ളിയിട്ടാണ് ഇപ്പം ഈ സ്കീം ചെയ്ത്. വെള്ളം ആളുകൾക്ക് എപ്പോഴും ഉപയോഗത്തിനൊന്നും കിട്ടില്ല. എപ്പോഴെങ്കിലും പമ്പ് നന്നാക്കി അടിക്കുമ്പോൾ വെള്ളം കിട്ടും. എല്ലാ സമയവും കംപ്ലൈൻ്റാണ്. ഒരാഴ്ച നന്നാക്കി അടിക്കുകയാണെങ്കിൽ പിറ്റേ ആഴ്ച അതിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ചെറുപ്പ് വെള്ളം ആറ്റി കുറവായതുകൊണ്ട് അടുത്തൊരു സ്കീം കൊണ്ടുവന്നാണ് ഈ കുറുകെ അണ കെട്ടി വെള്ളം ആറ്റിൽ നിർത്തിയാണ്. അത് സുരക്ഷിതമാണ്, വെള്ളമുണ്ട്. പക്ഷേ പമ്പിൻ്റെ പ്രശ്നമാണ് മെയിൻ പ്രശ്നം. ഇപ്പോഴും ലൈവാണോ പമ്പ്? അതോ പമ്പ് ഇപ്പം ഡാമേജിലാണ്. എത്ര ദിവസമായി? ഏകദേശം 1-2 മാസമായി. ഇതിനിടയ്ക്ക് ആരൊക്കെ അടിക്കാൻ ചോദിച്ചപ്പോൾ പമ്പടിക്കാൻ ഓപ്പറേറ്റർ അടുത്ത് പറഞ്ഞ് പമ്പ് മിസ്റ്റേക്കാണ്, വെള്ളം അടിക്കാൻ പോകില്ല. അങ്ങനെ MLA ശ്രദ്ധയിൽപ്പെടാൻ അങ്ങനെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയില്ലേ. പിന്നെ ശ്രദ്ധ ആരുപ്പെടുത്താതിരിക്കുന്നത്? വാർഡ് മെമ്പർക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ കൃഷിയില്ലല്ലോ. അവരെ വല്ല ആവശ്യം വാർഡിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മെമ്പർ വരും, കാര്യം നടത്തും, അവർ പോകും. അല്ല ഇതിൽ വേറെ ഏർപ്പാടൊന്നും ചെയ്യാൻ അവരൊക്കെ കഴിയില്ലല്ലോ. ഈ വാർഡിൻ്റെ ബാക്കിയുള്ള വികസനങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ റോഡിൻ്റെയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? റോഡിൻ്റെ ലൈറ്റ് ഒരിക്കലൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്തിപ്പോൾ ഈ വർഷം ഒന്നും കത്തണില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ പോണത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇനി ടാറിടാൻ അതിലൊന്നും ചെയ്തിട്ടില്ല. അതേയുള്ള വളർന്ന് പറഞ്ഞാൽ ഏരിയയിലുള്ള ചന്ദ്രങ്ങള ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കുടിവെള്ളം ഈ വിഷയമൊന്നുമില്ല, വലുതാക്കി ഒന്നുമില്ല. ഇതങ്ങ് പോകുന്നു. അങ്ങനെ ഇതൊക്കെ ഇപ്പം ചെറിയതായിട്ട് ഇപ്പം ഉണ്ടെന്ന് പറയാം. നമുക്കതിൽ വ്യത്യാസം അറിയാക്കില്ല. കൂടുതലായിട്ട് സജീവമാണ്. ഒരു മെമ്പറൊക്കെ എല്ലാ കാര്യത്തിനും വരും. എല്ലാ കാര്യത്തിനും സർവത്ര കാര്യത്തിനും എല്ലാവരും സഹകരിച്ച് രാത്രിയായാലും പകലായാലും ഒക്കെ പോകാനും ആ കാര്യത്തിൽ ഡീസൻ്റാണ്. എൻ്റെ പേര് ജയകുമാർ. വാർഡിൽ ഈ 5 വർഷത്തിനപ്പുറം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? നമസ്കാരം, എൻ്റെ പേര് മഞ്ജുഷ. ഞാൻ ചന്ദ്രമംഗലം വാർഡിലെ മെമ്പറാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാഞ്ചല്ലൂരിലെ ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മുടെ MLAയുടെ പദ്ധതിയായിരുന്നു. ഒത്തിരി കർഷകരുണ്ട് നാഞ്ചല്ലൂർ ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ അവിടെ മുൻകാലങ്ങളിൽ നെൽകൃഷി വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തിനിപ്പുറം വെച്ച് നെൽകൃഷി ചെയ്യാൻ പറ്റാതെ കർഷകർ പരാതി പറഞ്ഞു. ജലം കിട്ടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ നമ്മുടെ MLA തന്നെ നേരിട്ട് വന്ന് കണ്ട് നമ്മുടെ 2 കോടി രൂപ ലിഫ്റ്റ് ഇറിഗേഷനോട് അനുവദിച്ചു. നമ്മുടെ നെയ്യാറിൽ നിന്നും ആമച്ചൽ പായത്തല കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ വർക്കൊക്കെ ചെയ്തു.
നമ്മൾ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രിയായ ഇറിഗേഷൻ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അതിപ്പോൾ കർഷകർക്ക് വളരെ പ്രയോജനകരമാണ്. ചില സാങ്കേതിക തടസ്സങ്ങളാണ് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അതൊക്കെ പരിഹരിച്ച് നമ്മളിപ്പോഴും അത് നിലനിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ മന്ത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കാര്യം പറഞ്ഞിരുന്നു. ഈ പൈപ്പിട്ടത് മൂലം ആമച്ചലും ചന്ദ്രമംഗലത്തെയും റോഡ് പൊളിഞ്ഞ കാര്യം പറഞ്ഞു. ആ സമയത്ത് തന്നെ മന്ത്രി അവിടെ വെച്ച് തന്നെ 1,30,00,000 രൂപ റോഡിന് വേണ്ടി അനുവദിച്ചു. പിന്നെ നമ്മുടെ അത് MLA ഫണ്ടാണ്, 1,30,00,000 രൂപ. ഇപ്പോൾ അതിൻ്റെ വർക്ക് നമ്മുടെ ആമച്ചൽ വാർഡ് നടക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമംഗലത്ത് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അവിടെ കഴിഞ്ഞാൽ ഉടനെ ചന്ദ്രമംഗലത്ത് ചെയ്യുന്നതായിരിക്കും. ഈ ഉദ്ഘാടന സമയത്ത് തന്നെയാണ് നമ്മുടെ ചെക്ക് ഡാമിൻ്റെ കാര്യം പറഞ്ഞത്. കാരണം വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. അപ്പോൾ അത് ചെക്ക് ഡാം കെട്ടിയാൽ മാത്രമേ വെള്ളം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് അതിൻ്റെ ഒരു ഫണ്ട് അപ്പം തന്നെ മന്ത്രി അനുവദിക്കുകയും ഇപ്പോൾ ചെക്ക് ഡാമും കെട്ടി വളരെ ഭംഗിയായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ ഇറിഗേഷൻ പദ്ധതിയിൽ ഇടയ്ക്ക് ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നില്ല, പമ്പ് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ ഒരു പരാതി ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ആ പമ്പ് കംപ്ലൈൻ്റ് ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സമിതി എടുത്തിട്ടുണ്ട് ഇവിടെ. അത് ഒരു 2-3 പേർക്ക് അതിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനം. അപ്പോൾ അവർ ചിലപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിൻ്റെ കാരണത്താൽ ചിലപ്പോൾ അത് പമ്പ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സാങ്കേതിക തടസ്സം ഉണ്ടാവാറുണ്ട്. അതൊക്കെ പരിഹരിച്ച് എൻ്റെ അറിവിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഞ്ചായത്തിൽ അപ്പോൾ അറിയിച്ച് അത് പരിഹരിച്ച് പോകുന്നുണ്ട്. പക്ഷേ MLAക്ക് ഒരു പരാതി ഉള്ളതെന്ന് വെച്ചാൽ നെൽകൃഷിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ നമുക്കത് ഒരു 3 ഏക്കറിൽ കൂടുതൽ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് MLA നിരന്തരം പറയുന്നുണ്ട് എല്ലാ കർഷകരോടും എത്രയും പെട്ടെന്ന് നെൽകൃഷി ആരംഭിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ വന്നതുകൊണ്ട് അത് പൂർണ്ണമാവുകയുള്ളൂ. ആ ഒരു പദ്ധതി അവിടെ വന്നതിൽ നെൽകൃഷി ആരംഭിക്കണം എത്രയും പെട്ടെന്ന്. ഓക്കെ. അപ്പോൾ അതിനകത്തായിട്ട് തന്നെ ഈ പറയും പോലെ ഒരു ഇടയ്ക്ക് ഒരു പ്രളയം വന്ന സമയത്താണ് തോന്നുന്നത് ഒരു കുറച്ച് സൈഡ് വാൾ ഇടിയുന്ന ഒരു വിഷയമുണ്ട്. കുറെ ആൾക്കാർക്ക് തന്നെ 30-30 കുടുംബങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന വിഷയമുണ്ട്. അവിടെ എന്താണ് എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്താൻ? അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 സെന്റ് വസ്തു, കുന്നുംപുറ റോഡെന്നാണ് ആ റോഡിൻ്റെ പേര്. നെയ്യാറിനകത്തേക്ക് 20 സെന്റ് വസ്തു താഴ്ന്നു പോവുകയാണ് ചെയ്തത്. വലിയൊരു ദുരന്തം തന്നെയാണത്. അത് ഞങ്ങൾ എല്ലാവരുടെ ശ്രദ്ധയിലും ഞങ്ങൾ മന്ത്രിമാരെ വരെ പോയി കണ്ടതാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെടുത്ത് ഞങ്ങൾ മന്ത്രിക്ക് വരെ കത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിന് MLA വന്ന് എല്ലാവരും നേരിട്ട് കണ്ടതാണ്. 10-30 വീട്ടുകാർ അതിനകത്ത് താമസിക്കുന്നുണ്ട്. ഈ റോഡ് ഇനി കുറച്ചുകൂടി ഇടിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു റോഡ് ഒരു ഇരുചക്ര വാഹനം പോലും അതുവഴി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ MLA എന്ന് നേരിട്ട് കണ്ടതിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം രൂപ വർക്കിന് വേണ്ടി അനുവദിച്ചു. പക്ഷേ 2-3 കോൺട്രാക്ടർമാർ വന്ന് അത് നോക്കിയെങ്കിലും ഈ ഫണ്ടിനകത്ത് നിന്ന് അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. കുറച്ചുകൂടെ തുക അനുവദിച്ചാൽ മാത്രമേ എന്തെങ്കിലും, കാരണം അത്രത്തോളം താഴ്ചയുണ്ടത്. നമുക്ക് നേരിട്ട് കണ്ടാൽ അത് മനസ്സിലാവും. അത്രത്തോളം താഴ്ച ഉള്ളത് കൊണ്ടാണ് ആ കോൺട്രാക്ടർമാർ വർക്ക് എടുക്കാത്തത്. അത് MLA ഉറപ്പ് തന്നിട്ടുണ്ട്, അത് ആ റോഡ് ക്ലിയർ ചെയ്യാമെന്നുള്ള. തെരഞ്ഞെടുപ്പിന് ഈ ഭരണസമിതിയുടെ കാലം തീരുന്ന മുന്നേ, ഞാൻ ഇറങ്ങും മുന്നേ ആ റോഡ് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ വലിയ ആഗ്രഹം. അതിനായിട്ട് ഞാൻ നാട്ടുകാരുടെ സഹായത്തോടു കൂടി, അവിടെ ഉള്ള ഒരുപാട് നല്ല സഹായമുണ്ട്, അവരുടെ സഹായത്തോടു കൂടി അത് ചെയ്യണമെന്ന് തന്നെയാണ്, പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. അപ്പോൾ അടുത്ത് എനിക്ക് 2 അംഗൻവാടികൾ അല്ലേ അതിനകത്തുണ്ട്. അപ്പോൾ അംഗൻവാടിയിലെ പ്രവർത്തനം എങ്ങനെയാണ്? അംഗൻവാടികളെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണ്. എനിക്ക് ഒപ്പം നിൽക്കുന്ന 2 ഹെൽപ്പറായാലും വർക്കറായാലും എന്നോട് ഒപ്പം നിന്ന് സഹകരിക്കുന്നവരാണ്. അതിൽ നമ്മുടെ വാര്യകോണം 39 നമ്പർ അംഗൻവാടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ മുഴുവനും മുങ്ങി നിന്ന ഒരു അംഗൻവാടിയാണ്. അന്ന് തൊട്ടേ എല്ലാവരുടെ ആഗ്രഹമാണ് അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യണമെന്നുള്ളത്. റൂഫ് ചെയ്ത് അവിടെ ഒരു റൂം ആക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടെ ഭരണസമിതി ആ നല്ലൊരു ഫണ്ട് അനുവദിക്കുകയും നമുക്കതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ റൂം ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരു സാധനവും നഷ്ടപ്പെടാതെ നമുക്ക് കുട്ടികളെ ആയാലും നമ്മുടെ സാധനങ്ങളായാലും മുകളിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ അവിടെ ഒരു കമ്മിറ്റി ഹാൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങുകളൊക്കെ അവിടെയാണ് കൂടുന്നത്. പിന്നെ കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിൽ തന്നെ സ്മാർട്ട് അംഗൻവാടി പോലെ തന്നെ ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ ഭംഗിയായി തന്നെ അംഗൻവാടി, എനിക്കതിൽ വളരെയേറെ അഭിമാനമുണ്ട്. നമ്മുടെ അംഗൻവാടി അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ അത്രയും നല്ലൊരു ഫണ്ട് അനുവദിച്ചതിൽ പഞ്ചായത്തിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയൊരു അംഗൻവാടിയിൽ ഇപ്പോഴും വാടക ഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. പുതിയ ഘട്ടത്തിൽ മാറാൻ പറ്റാത്തൊരു സാഹചര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു വിഷയം? എന്താണ് ആ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണസമിതി വരും മുന്നേ ഉള്ള ഒരു വിഷയമാണ്. മുന്നേ ഒരു നിയമം ഉണ്ടായിരുന്നു, നമ്മൾ വസ്തു കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി അവിടെ 3 സെൻറ്റ് വസ്തു കൊടുത്ത്, അപ്പോൾ നമ്മൾ ബ്ലോക്കിൻ്റെയും പഞ്ചായത്തിൻ്റെ സഹായത്തോടെ അവിടെ ഒരു കെട്ടിടം വന്നു. പക്ഷെ നല്ലൊരു കെട്ടിടമാണ്. അപ്പോഴാണ് അത് ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. അതിൻ്റെ കാരണത്താൽ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. അതും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഇറങ്ങും മുന്നേ തന്നെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത് അവിടെ കുട്ടികളെ ഇരുത്തണമെന്നുള്ള അത് പഞ്ചായത്ത് ഭരണസമിതിയോട് ഏറെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞാനത് ബ്ലോക്കിലൊക്കെ അറിയിച്ചിട്ടുണ്ട്.
അതിൻ്റെ നൂലാമാലകളെല്ലാം തീർത്തുകൊണ്ട് ഭരണസമിതി ഇറങ്ങും മുന്നേ അത് പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. അവിടെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു വീടുകൾ എല്ലാവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് വീടുകൾ എന്നുള്ളത്. ലൈഫ് ഭവന പദ്ധതി, PMAY അപ്പം ഇങ്ങനെ കുറേ പദ്ധതികളുണ്ട്. അതെ. അപ്പോൾ ഈ വാർഡിനകത്ത് മെമ്പറിൻ്റെ ഈ ഒരു കാലയളവിൽ എത്ര പേർക്കാണ് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിലുള്ളത്, ഇങ്ങനെയൊക്കെയാണെന്ന് പറയാമോ? ലൈഫിൻ്റെ കാര്യത്തിൽ ഏറെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. 2020 അറിയാം, കേരള സർക്കാർ വീടില്ലാത്തവർക്ക് എല്ലാം വീട് കൊടുക്കുന്നൊരു, പിന്നെ ചെറിയ തടസ്സങ്ങൾ, ചെറിയ ഫണ്ടിൻ്റെ അപാകത മൂലം പൂർത്തിയാവാതെ കിടക്കുന്ന അതൊക്കെ തന്നെ നടക്കും. കാരണം ഈ വാർഡിനകത്ത് തന്നെ എനിക്ക് 20ഓളം പേർക്ക് ലൈഫിൻ്റെ വീട് എഗ്രിമെൻ്റ്, ഇപ്പോൾ കുറേ അധികം പേര് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, കുറേ അധികം പേര് താമസമായി, കുറേ വീടുകൾ ഏതാണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞു. അങ്ങനെ 20ഓളം പേര് ലൈഫിൽ മാത്രം വീട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ PMAY ബ്ലോക്കിലെ PMAY 5 വീട്, 2 വീട് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്, 3 വീട് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള ബാങ്കിൻ്റെ ഇതിൽ നമ്മുടെ ആമച്ചൽ സഹകരണ ബാങ്കിൽ നിന്നും ഒരു പാവപ്പെട്ട ആളിന് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 26ഓളം കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഏറെ ഉപരി നമ്മളെ ഫ്ലാറ്റ്, ചന്ദ്രമംഗലമാണ് ഫ്ലാറ്റ് വന്നിട്ടുള്ളത്. ആദ്യഘട്ടം 16 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് ആ ഫ്ലാറ്റ് നിങ്ങൾക്കൊന്ന് കണ്ടാൽ അറിയാൻ പറ്റും. ഏറ്റവും നല്ല ഒരു കുടുംബത്തിന് വളരെ ഭംഗിയായി താമസിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ആ ഫ്ലാറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 12 പേർക്ക് താമസിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം എഗ്രിമെൻ്റ് എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ വൈദ്യുതിക്കും വാട്ടറിനും വേണ്ടിയൊക്കെ പൈസ അടച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ അവർക്കും താക്കോല് കൊടുത്ത് 31 കുടുംബം അവിടെ താമസിപ്പിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ നിലവിൽ പുതുതായിട്ട് കൊടുക്കാനുള്ള ലിസ്റ്റിലുള്ള എത്ര ഉണ്ടാവും? നമുക്ക് 627ഓളം പേര് ലൈഫിൽ ലിസ്റ്റ് കിടപ്പുണ്ട്. നമ്മുടെ വാർഡിനകത്തും അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭരണസമിതി കഴിയും മുന്നേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമില്ല. എന്നാലും കുറച്ച് പേർക്ക് കൂടി കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, ഞങ്ങൾ ഈ ജനങ്ങളെ കണ്ട സമയത്ത് ഈ മെമ്പറിന് വീടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അതെങ്ങനെയാണ്? മെമ്പറിന് ഇപ്പോൾ സ്വന്തം വീടല്ല അങ്ങനെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും? അതെ, സ്വന്തം വീടല്ല. ഞാൻ ലൈഫിൽ വളരെ നാളുകളായിട്ട് ലൈഫിൽ കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും 2020 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വസ്തുവുണ്ട്, വീട് വയ്ക്കാനുള്ള വസ്തുവുണ്ട്. പക്ഷേ ഇപ്പോഴും 383ാമത്തെ നമ്പറാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. ഇപ്പോൾ ലൈഫിൽ കിട്ടിയാൽ വളരെ സന്തോഷം. ആർക്കും ആഗ്രഹമാണല്ലോ സ്വന്തമായൊരു വീടെന്ന് പറയുന്നത്. എനിക്കും ആഗ്രഹമുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടത് വീടുകൾ കിട്ടിയതിനൊക്കെ കുറച്ച് പരാതികളുണ്ട്. ഒത്തിരി പേര് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു വീട് നിങ്ങൾ മുന്നേ വന്നിട്ട് വാർത്തയാക്കിയ ആ ഒരു സംഭവത്തിൽ തന്നെ നമുക്കറിയാം മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത്. വിധവ, വികലാംഗർ, മാറാരോഗമുള്ളവർ, അഗതികൾ, ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അങ്ങനെ ഒത്തിരി മാനദണ്ഡമുണ്ട്. ഇപ്പം ഞാൻ ഈ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 20-21ഓളം പേർക്ക് ലൈഫ് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മാനദണ്ഡ പ്രകാരം അവരെല്ലാവരും കിട്ടാൻ അർഹതയുള്ളവരാണ്. ഒരാൾ പോലും അർഹതയില്ലാത്തവരല്ല. അപ്പോൾ ഇനി ഈ പരാതി പറഞ്ഞിട്ടുള്ള ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ തുടക്കത്തിൽ ഈ തീരെ എനിക്കറിയാം 1-2 പേർക്ക് കൊടുക്കാൻ അത്യാവശ്യമുള്ള ലൈഫ് കിട്ടേണ്ട അത്യാവശ്യമുള്ള കുറച്ച് പേര് നമ്മുടെ വാർഡിനകത്തുണ്ട്. ഒരു 4-5 പേരുണ്ട് വീടില്ല, അവരുള്ള വീട് ഇടിഞ്ഞു പോകാറ അവസ്ഥ. പക്ഷേ ഈ മാനദണ്ഡ പ്രകാരം വന്ന ലിസ്റ്റിൽ ഒരു മെമ്പർമാർക്ക് ഒന്നും അതിൽ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എത്രാമതാണ്, ഇപ്പോൾ എൻ്റെ പേര് തന്നെ 383 പറഞ്ഞു. ആ 383ാമത് മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മെമ്പർ എന്നുള്ള രീതിയിലോ ഇപ്പം മെമ്പറിന് പ്രിയപ്പെട്ട ആൾക്കാരെന്ന രീതിയിലോ ഒരു കാരണവശാലും അവരാരെയും മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അവിടെ ഉദ്യോഗസ്ഥർ പോയി ലിസ്റ്റിൽ അവർക്ക് ഉടനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് 220 പേരെയാണ് ഇപ്പോൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. അടുത്തൊരു 300 പേർക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ളവരാണ്. ഞാൻ ഈ ആഗ്രഹിച്ചിട്ടുള്ളവരെല്ലാവരും 300-നകത്ത് വന്നിട്ടുണ്ട്. അവർക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഈ കുടിവെള്ള പ്രശ്നം ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ കുടിവെള്ളം. അപ്പോൾ ഇതിനകത്തുള്ള ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കുറവുകളുണ്ടോ? എങ്ങനെയാണ്? എപ്പോഴും ഈ ഒരു സമയം, ഈ വേനൽക്കാലത്ത് നമ്മുടെ വാരിയോണം ഭാഗത്ത്, ചന്ദ്രമംഗലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് വാരിയോണം എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും വെള്ളത്തിന് ക്ഷാമം, വെള്ളമില്ല. ആൾക്കാർ ചുമട്ട് വെള്ളം വരെ ദൂര സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2021 തന്നെ നമ്മുടെ കുഴൽക്കിണർ പദ്ധതി അവിടെ കൊണ്ടുവന്നു. പക്ഷേ അത് ജനങ്ങൾക്കൊക്കെ വളരെ പ്രയോജനകരമാണ്. ഇപ്പോൾ ഒരു 16-20 വീട്ടുകാർ ആ കുഴൽക്കിണർ പദ്ധതിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അതിനുശേഷമാണ് ജലജീവൻ മിഷൻ്റെത് ഏതാണ്ട് 80% ചന്ദ്രമംഗലം വാർഡിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാർഡിൻ്റെ എല്ലാ ഭാഗത്തും ജലജീവൻ എത്തി. പക്ഷേ മീറ്റർ ഇല്ലാത്തതിനാൽ ചില വീടുകളിൽ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഒരു മാർച്ച് 31 മുന്നേ തന്നെ പരിഹരിക്കുമെന്നാണ് ജലജീവൻ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 100% പൂർത്തിയാവും ജലജീവൻ്റെ. മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും പക്ഷെ അത് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു അവയർനെസ് ഇല്ലാത്തൊരു കുറവുകൊണ്ടായിരിക്കാം പബ്ലിക്കിൽ തന്നെ ഇതെല്ലാം നിക്ഷേപിക്കപ്പെടുന്നത്.
നമുക്കറിയാം പഞ്ചായത്തിൻ്റെ കീഴിൽ എല്ലാ വാർഡുകളും ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. എല്ലാ മാസവും കൃത്യമായി തന്നെ അവർ വീടുകളിൽ പോകുന്നുണ്ട്, പ്ലാസ്റ്റിക് ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ വാർഡുകളിൽ MCF സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹരിതകർമ്മ സേന കൊണ്ട് വയ്ക്കുന്നതിലുപരി ആൾക്കാരും ചാക്കുകളിലാക്കി അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ട് പ്ലാസ്റ്റിക്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത ആമച്ചൽ വാർഡിലാണ് നമ്മുടെ വലിയ MCF പബ്ലിക്കിൻ്റെ വലിയ MCF വന്നിട്ടുള്ളത്. വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ അവിടെ കൊണ്ട് വയ്ക്കുക. അപ്പോൾ അത്രയും അധികം നമ്മുടെ വാർഡിന് തൊട്ടടുത്ത് ഈ ഒരു വലിയ MCFകളുള്ളതുകൊണ്ട് വലിയ മാലിന്യ പ്രശ്നങ്ങളൊന്നും വാർഡിൽ ഉണ്ടാവാറില്ല. അതിനേക്കാൾ ഉപരി നമ്മൾ ഡ്രൈ ഡേ എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ADS അംഗങ്ങളുടെയും മാറ്റുമാരുടെയും ഒക്കെ ഹരിതകർമ്മ സേനയുടെയും ഒക്കെ അംഗൻവാടിയുടെയും സഹകരണത്തോടെ നമ്മൾ ഒരു 2 മാസത്തെ ഒരിക്കലെങ്കിലും വാർഡിൽ ഒരുമിച്ച് ഇറങ്ങാറുണ്ട്. ഇങ്ങനെ മാലിന്യം കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകാറുണ്ട്, അവർക്ക് അവയർനെസ് കൊടുക്കാറുണ്ട്. പിന്നെ അതിനേക്കാൾ MLAയുടെ വലിയൊരു പദ്ധതിയായിട്ടുള്ള കാർബൺ ന്യൂട്രലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2-3 മാസത്തിലൊരിക്കൽ കുപ്പിച്ചില്ലും ലെതർ ബാഗ് ചെരുപ്പുകളടക്കം നമ്മൾ അതും ജനങ്ങൾക്ക് ഞങ്ങൾ അറിയിപ്പ് കൊടുക്കും. വാർഡിൽ നമ്മൾ വലിയൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ അറിയിപ്പ് കൊടുക്കുകയും എല്ലാവരും കൃത്യമായി അതുള്ള ഗ്രന്ഥശാലയിലോ ഈ MCFൻ്റെ അടുത്തോ കൊണ്ടുവയ്ക്കും. അതും ശേഖരിക്കാൻ വണ്ടി വരുന്ന കയറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെ വലിയ മാലിന്യ പ്രശ്നം ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വാർഡുകളിൽ അങ്ങനെ ഇല്ല. പുതിയ റോഡ് ചെയ്ത സമയത്ത് ഇവിടെ ഈ ഓട എന്നും അത് സുതാര്യമായ രീതിയിലല്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ കുച്ചപ്പുറം കഴിഞ്ഞ് അങ്ങോട്ട് ഓട ക്ലിയർ ആയിട്ട് അവർ ചെയ്തിട്ടില്ല. അത് പല പ്രാവശ്യം ഞാൻ എൻ്റെ കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഫണ്ട് തീർന്നത് മൂലം അവരങ്ങോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു സത്യാവസ്ഥയാണ്. പക്ഷെ ബാക്കിയുള്ള നമുക്ക് നേരത്തുള്ള വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. മുന്നേ മഴ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ കരിക്കുഴി ഭാഗത്ത് വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ ഭയങ്കര ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓട കുറച്ച് ക്ലിയർ ആയത് കാരണം അത് ഏറെക്കുറെ ഒഴിവായിട്ടുണ്ട്. തൊഴിലുറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടാണ് മെമ്പറിലേക്ക് വന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കൊരാൾ ഇവിടെ 100 പണി ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വർഷത്തിൽ 1-2 പേരെ 100 പണി ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ വർഷം എനിക്ക് 165 പേർക്ക് 100 പണി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അത് 200 പേർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനായിട്ടുള്ള ഇപ്പം തന്നെ നമ്മൾ വാർഡിൽ ഏതാണ്ട് 80-85 വർക്ക് ചെയ്തവരാണ് എല്ലാവരും. ഒരു സൈറ്റ് മാത്രം 75 പണി ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും 85 പണിയായിട്ടുണ്ട്. കൊടുക്കാൻ സാധിക്കും, 200 പേർക്ക് 100 പണി കൊടുക്കാൻ സാധിക്കും എന്നാണ്. മേറ്റുമാർ പ്രത്യേകിച്ച് എടുത്തു പറയണം. മേറ്റുമാർ ഇപ്പോൾ അറിയാമല്ലോ, മേറ്റുമാരുടെ വിഷമതകളൊക്കെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്നോടൊപ്പം സഹകരിച്ച് ADS അംഗങ്ങളെ എല്ലാവരും സപ്പോർട്ടാണ്. സൈഡ് വാൾ കെട്ടി തന്നെയാണ് പോയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് നല്ലൊരു വർക്കാണ്. പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് റൈസിംഗ് ഗ്രന്ഥശാല, കുച്ചപ്പുറത്താണ് ഗ്രന്ഥശാല, അത് റൂഫ് ചെയ്യാൻ സാധിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ ഗ്രന്ഥശാലയെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ ഒരു ഫണ്ട് നമുക്ക് നാഞ്ചല്ലൂർ ഭാഗത്ത് റോഡ് വർക്കിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ പഞ്ചായത്തിൻ്റെ പുതിയ റോഡുകൾ, ഇനി കുറച്ച് റോഡുകളുണ്ട് പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തൊഴിലുറപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇറങ്ങും മുന്നേ അതും കൂടെ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ ഒരു വാർഡിനകത്തുള്ള ജനങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഞാൻ ജനങ്ങളോട് ഏറ്റവും അധികം നന്ദി പറയുകയാണ്. കാരണം ഞാൻ ADS ആയിട്ടും അംഗൻവാടി ടീച്ചറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. മത്സരിച്ച് ഞാൻ ജയിച്ച സമയത്ത് എനിക്ക് വളരെയധികം ഒരു ഭയമുണ്ടായിരുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാർഡിലെ എല്ലാവരും എന്നോടൊപ്പം ജാതി മത രാഷ്ട്രീയ ഭേദം എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ട് എനിക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയോടും പ്രത്യേകിച്ച് നമ്മുടെ ഭരണസമിതിയെ നയിക്കുന്ന പ്രസിഡന്റിനോടും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. കാരണം ഒത്തിരി പുതിയ മെമ്പർമാരുണ്ട്, അവരെയൊക്കെ ഒപ്പം ചേർത്തുകൊണ്ട് നമ്മുടെ ഭരണസമിതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വാർഡിൽ എന്തെങ്കിലും വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് അത് പരിഹരിച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെക്രട്ടറിയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ നമ്മുടെ ചെറിയ കുഴപ്പങ്ങളിലേക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ സെക്രട്ടറി ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ഇനിയും ഒരു അവസരം കിട്ടിയാൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ജനങ്ങളോട് എങ്ങനെ ഇടപെടണം, അവരുടെ വിഷയങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അവരോടൊപ്പം എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം എനിക്ക് ഒത്തിരി മനസ്സിലാക്കാൻ സാധിച്ചു. മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട് എന്നല്ല, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം. പിന്നെ ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ല ആൾക്കാരാണ്. ചന്ദ്രമംഗലം വാർഡിലെ ആൾക്കാരെല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്, എന്നോടൊപ്പം നിന്ന് സഹകരിക്കുന്നു.
വളരെയധികം നന്ദി അറിയിക്കുന്നു എല്ലാവരോടും. ഈ ഒരു ഇത്രയും വർഷം എന്നോടൊപ്പം നിന്നതിന് സഹകരിച്ചതിന് എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു.